ഈറ്റ് ലഞ്ച് ആൻഡ് ഹാഫ് ലഞ്ച്. ഈ രണ്ട് എക്സ്പ്രഷനും ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കണം എന്ന് പറയുവാനായിട്ടാണ് ഈ രണ്ട് എക്സ്പ്രഷനും നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഈറ്റ് ലഞ്ച് ആൻഡ് ഹാഫ് ലഞ്ച്. പക്ഷേ ചില ടീച്ചർമാർ ഈറ്റ് ലഞ്ച് ഉപയോഗിച്ച് സംസാരിക്കരുത് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് തെറ്റാണ്. അമേരിക്കൻസ് ഈറ്റ് ലഞ്ച് ഉപയോഗിച്ച് സംസാരിക്കാറുണ്ട്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. ഒന്നാമത്, ഐ ആം ഗോണ ഈറ്റ് ലഞ്ച് അറ്റ് 3 ടുഡേ. ഞാൻ ഇന്ന് 3 മണിക്ക് ലഞ്ച് കഴിക്കും, ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കും. ഐ ആം ഗോണ ഈറ്റ് ലഞ്ച് അറ്റ് 3 ടുഡേ. ഇവിടെ ഗോണ എന്ന് പറയുന്നത് ഗോയിങ് ടു ആണ്. നേറ്റീവ് സ്പീക്കേഴ്സ് ഗോയിങ് ടുവിന് പകരം ഗോണ യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. അവർ ഇൻഫോർമലായിട്ട് മീൻസ് വളരെ കാഷ്വലായിട്ട് സംസാരിക്കാൻ നേരത്ത് ഐ ആം ഗോണ ഈറ്റ് ലഞ്ച് അറ്റ് 3 ടുഡേ. ഞാൻ ഇന്ന് 3 മണിക്ക് ലഞ്ച് കഴിക്കും. നെക്സ്റ്റ്, ഐ ആം ഗോണ ഈറ്റ് ലഞ്ച് അറ്റ് ദി ഓഫീസ്. ഞാൻ ഓഫീസിൽ വെച്ച് ലഞ്ച് കഴിക്കും, ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കും. ഐ ആം ഗോണ ഈറ്റ് ലഞ്ച് അറ്റ് ദി ഓഫീസ്. നെക്സ്റ്റ്, ഐ യൂഷ്വലി ഈറ്റ് ലഞ്ച് അറൗണ്ട് നൂൺ. ഞാൻ സ്ഥിരമായിട്ട് സാധാരണയായിട്ട് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ലഞ്ച് കഴിക്കാറുള്ളത്. ഐ യൂഷ്വലി ഈറ്റ് ലഞ്ച് അറൗണ്ട് നൂൺ. നൂൺ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12 മണി ആ ഒരു സമയമാണ്. ഐ യൂഷ്വലി ഈറ്റ് ലഞ്ച് അറൗണ്ട് നൂൺ. ഞാൻ സാധാരണയായിട്ട് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ലഞ്ച് കഴിക്കാറുള്ളത്. നെക്സ്റ്റ്, ടുമോറോ, നാളെ ഐ ആം ഗോണ ഈറ്റ് ലഞ്ച് വിത്ത് മൈ ഫ്രണ്ട്സ് അറ്റ് ദി റെസ്റ്റോറൻറ്റ്. ഞാൻ നാളെ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് റെസ്റ്റോറൻറ്റിൽ വെച്ച് ലഞ്ച് കഴിക്കും. നെക്സ്റ്റ്, വെൻ ആർ യു ഗോണ ഈറ്റ് ലഞ്ച് ടുഡേ. നിങ്ങൾ ഇന്നെപ്പോഴാണ് ലഞ്ച് കഴിക്കാൻ പോകുന്നത്, ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാൻ പോകുന്നത്? നെക്സ്റ്റ്, ആർ യു ഗോണ ഈറ്റ് ലഞ്ച് ഇൻ ദി ഓഫീസ്. നിങ്ങൾ ഉച്ചയ്ക്ക് ഓഫീസിൽ വെച്ചാണോ ഭക്ഷണം കഴിക്കുന്നത്, ലഞ്ച് ഓഫീസിൽ വെച്ചാണോ കഴിക്കുന്നത്? അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ സെൻറ്റൻസുകളും നമുക്ക് ഹാഫ് ലഞ്ച് ഉപയോഗിച്ച് സംസാരിക്കാവുന്നതാണ്. അതും കറക്റ്റാണ്. ഈറ്റ് ലഞ്ച് ഉപയോഗിക്കണോ ഹാഫ് ലഞ്ച് ഉപയോഗിക്കണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. രണ്ടും കറക്റ്റാണ്. നെക്സ്റ്റ്, വുഡ് യു ലൈക്ക് ടു ഹാവ് ലഞ്ച് ടുഗദർ. നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിച്ചാലോ, ലഞ്ച് കഴിച്ചാലോ?